സോ ഹേ ഗൈസ്, അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവ് ഇട്ടുകൊണ്ട് നമ്മൾ പാതാളം നെറ്റ്വർക്കിന് സീസൺ 2 അനാർക്കി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സംഭവം ഉണ്ടായി. സോ ആ സംഭവത്തിൻ്റെ ട്രോമ പോലും എനിക്കിതുവരെ മാറിയിട്ടില്ല. പറയുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ എന്തായാലും അത് പോയി കണ്ടിട്ട് വാ. എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നേ. കൊണ്ടുവച്ചാൻ ടീമിൽ കയറി. ഇങ്ങോട്ടാ വയ്യേ. ഇതെന്താ? ഇതെന്താ? കൊണ്ടുവച്ച് യെസ് ഗൈസ്, അതൊരു ട്രാപ്പായിരുന്നു. ഇത്രയും സ്നേഹത്തോടെ വിളിച്ചപ്പോൾ ഞാനത് പോയി എന്താണെന്ന് എൻ്റെ ക്യൂരിയോസിറ്റി കാരണം ഫസ്റ്റ് തന്നെ പോയി ചെസ്റ്റ് ഓപ്പൺ ചെയ്തു. പിന്നെ മനസ്സിലായി അതൊരു ട്രാപ്പാണ്. ഇതിലുള്ള സേഡസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുന്നത്തെ ദിവസത്തെ ലൈവിലായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് പോയി നെതറൈറ്റ് എല്ലാം സെറ്റാക്കി എൻജോയ്മെൻ്റ് ഒക്കെ സെറ്റാക്കി അത് ഇട്ട് ഇതൊരു കൊതി പോലും തീർന്നിട്ടില്ലായിരുന്നു. ശരിയാണ്, അനാർക്കിയാണ്, ട്രാപ്പൊക്കെ ഉണ്ടാവും. ഒരു വട്ടം ആരായാലും ട്രാപ്പിലൊക്കെ പെടുമല്ലോ. പക്ഷേ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം, അതോടെ പോയി ഒന്ന് കണ്ടിട്ട് വാ. സെക്കൻഡ് അവൻ കൊല്ലുവേ. അല്ല, കീബോർഡല്ല. അത് അടുത്തടുത്ത് നോട്ട് ഓപ്പൺ ബ്ലോപ്പെന്ന്. എനിക്ക് എന്ത് വയ്യേ. ഫസ്റ്റ് ടൈം ആരായാലും ട്രാപ്പിൽ പെടും, അങ്ങനെ പെട്ട് ഞാനും. സോ അതിൻ്റെ ഈഗോ കാരണം ആർമർ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്നുകൂടെ പോയിട്ട് ഞാൻ റേറ്റ് എൻജോയിൻ്റ് ഒക്കെ സെറ്റാക്കുമെന്ന് വെച്ച് സെറ്റാക്കി പകുതിയൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോഴാണ് അവൻ 1 സെക്കൻഡ് രണ്ട് പിന്നെയും വിളിച്ച്. ഞാൻ വിചാരിച്ചെന്താ, ഒരു വട്ടം കൊന്നല്ലോ, സോ അതിൻ്റെ പ്രത്യുപകാരം കാരണം അവന് വിഷമം കാരണം എനിക്കെന്ത് തരാനാവുമെന്ന് വിചാരിച്ച്. അനാർക്കിയാണ്, ഓർക്കണേ. അപ്പോൾ ഞാൻ വെച്ചാൽ എന്ത് തരാനാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയതായിരുന്നു. എക്സ്റേ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ TNT ഒന്നും അടിയിൽ കാണാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിന് TNT ഉണ്ടാകത്തില്ലെന്ന്. ക്യൂരിയോസിറ്റി കാരണം ചെസ്റ്റ് പോയി ഓപ്പൺ ചെയ്യുമ്പോഴാണ് അവൻ ടൈപ്പ് ചെയ്ത് വിടുന്നത് തൊടലിലെ പൊട്ടിത്തെറിക്കുമോ. എടാ കുട്ട, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ നീയൊക്കെ നശിച്ചു പോകടാ. നിനക്കൊക്കെ പരീക്ഷിക്കാൻ എന്നെ മാത്രമാണോ കിട്ടിയേ? ആ ആർമറിട്ട് കൊതി പോലും തീർന്നില്ലടാ ഞാൻ. എന്തായാലും നമ്മളെ പൊട്ടത്തരം കാരണം നമ്മൾ ചത്തു. ഓക്കെ, സോ അനാർക്കിയാണ്, നമ്മൾ മാത്രമേ ചത്താൽ മതിയോ? സോ അതുകൊണ്ട് നമ്മൾ ഇന്നൊരു കിടിലൻ ട്രാപ്പ് ഉണ്ടാക്കാൻ പോവാണ്. കിടിലാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, എന്നാലും വലിയ പൊളിയൊന്നുമില്ല. ഇതിന് മെയിൻലി ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ലാവ, കുറച്ച് ഒബ്സിഡിയൻ, കുറച്ച് വെള്ളം, കുറച്ച് ബ്ലോക്ക്, ഒരു സോൾ സാൻഡ്, അത് മതി. പിന്നെ ഇത് ഉണ്ടാക്കാനുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ കിടിലം പോലെ ആർമറുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും ചാവത്തില്ല. മേ ബി അവർക്ക് രക്ഷപ്പെടാനും പറ്റും. പക്ഷേ എന്നെപ്പോലെ കുറേ പൊട്ടന്മാരുണ്ടല്ലോ ഇതിൽ, അവരെന്തായാലും ചാവും. ഇനി നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറയുവാണെങ്കിൽ നമ്മൾ സ്പോണിൽ തന്നെയാണ്, അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ചാവണമല്ലോ. സോ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പോലെ ഇങ്ങനെ മുകളിലോട്ട് ബ്രിഡ്ജ് ചെയ്ത് പോകണം. എന്നിട്ട് നമ്മുടെ ഒബ്സിഡിയൻ അവിടെ വെക്കണം. കണ്ടോ, ഇങ്ങനെ 4 ഭാഗത്തും ഒബ്സിഡിയൻ വെക്കണം. കാരണം നമുക്ക് ഇവിടെയാണ് നമ്മൾ ലാവ വയ്ക്കാനുള്ളത്. പിന്നെ വെള്ളം സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി ഇവിടെ 2 പേർക്കും നെയിം ബോർഡും വെക്കുക. അതുപോലെ അടിയിൽ നമുക്ക് അവിടെ ഒരു വെള്ളത്തിൻ്റെ അടിയിൽ ഒരു സോൾ സാൻഡും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കെന്ന് പറയുവാണെങ്കിൽ ഇങ്ങനെ ഓരോരോ ബ്ലോക്കിലും വെള്ളം വെച്ച് ഫില്ല് ചെയ്യണം, എന്നാലേ മുകളിൽ വരെ എത്തത്തുള്ളൂ. പിന്നെ ഇത് ഉണ്ടാക്കുന്ന പാതിരാത്രി ആയതുകൊണ്ട് ആരും ഉണ്ടാകത്തില്ല എന്നുള്ള പ്രതീക്ഷ കൊണ്ട് ഉണ്ടാക്കുന്നത്. ബട്ട് ഗൈസ്, വേറൊരാൾ സ്പോണിൽ. സോ അയാൾ കണ്ട ആ മൂഞ്ചു എന്നുള്ളതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും പോയില്ല. കുറച്ച് നേരം അയാൾ പോകുന്നവരെയൊക്കെ നിന്ന്, എന്നിട്ട് നമ്മളെ പണി പിന്നെയും തുടങ്ങി. അങ്ങനെ സോൾ സാൻഡും വെച്ച് എല്ലാ ബ്ലോക്കിലും വെള്ളവും വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഇനി മുകളിൽ നമുക്ക് ലാവ് ഒഴിക്കാം. സോൾ സാൻഡ് വെച്ചതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ലാവ ഒബ്സിഡിയനായി മാറത്തില്ല. ഇനി ഇതെങ്ങനെ വർക്കാവുന്നതെന്ന് പറയുകയാണെങ്കിൽ അടിയിലൊരാൾ മുകളിലോട്ട് കയറിപ്പോയാൽ ലാവയെ പെട്ട് ചാവും. സോ അവർക്ക് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റത്തില്ല, ചുറ്റും ഒബ്സിഡിയൻ വെച്ചുകൊണ്ട്. അതുപോലെ സോൾ സാൻഡ് വെച്ചുകൊണ്ടും അവർക്ക് അടിയിക്കും വരാൻ പറ്റത്തില്ല. ഇത് വർക്കാവാൻ നോക്കണ്ടേ, അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മളെ ടീമേറ്റ് തന്നെ ബലികേടാക്കിയിട്ടുള്ളത്. ടീമേറ്റ് പോയി അവിടെ പെട്ട് കുറച്ചിനും പെട്ട് ചത്തിട്ടുണ്ട്. എന്തായാലും അത് പറയാലോ, കിടില ആർമറൊന്നുമില്ല, ആർമറേ ഇല്ല, അതുകൊണ്ട് ചത്തിട്ടുണ്ട്. സോ നമുക്കിനി ആർമറുള്ള ഒരാളെ ട്രൈ ചെയ്യണം. നമുക്കിനി ട്രൈ ചെയ്യാൻ വേണ്ട ഒരു മണ്ടനെയാണ്. സോ ഇപ്പം ഞാനും ടീമേറ്റ്സും ഇല്ലാതെ ഇതിൽ വേറൊരു ടീമിലുള്ള ഒരേ ഒരാളേ ഉള്ളൂ. യെസ്, ബണ്ണിക്കോർ. സോ നമ്മൾ ഇന്നത്തെ ബണ്ണിക്കോറാണ്. നമ്മൾ സ്നേഹത്തോടെ ബ്രോനെ വിളിച്ചു, നമ്മളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒന്ന് പോവുമെന്ന് ചോദിച്ചു. നമ്മളെ ടീമേറ്റ്സും കാണാൻ വന്ന്. ബ്രോ ഒന്നും നോക്കിയില്ല, ട്രസ്റ്റ് കാരണം മുകളിലോട്ട് പോയി. യെസ്, സംഭവം വർക്കൗട്ടാണ്. ബട്ട് ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് കൈമ അത്യാവശ്യം ടോട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്സിഡിയൻ പൊട്ടിക്കാനായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പിക്കാക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ടൈം കിട്ടും ടോട്ടം പൊട്ടുന്നവരെ. ടോട്ടം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂഞ്ചി. കുറേ നേരം അവിടെ പെട്ട് കിടന്നു. ടോട്ടം ഉള്ളതുകൊണ്ട് മെല്ലെ മെല്ലെ ചാവുന്നുള്ളൂ. പിന്നെ എന്നെ വിളിക്കാനൊക്കെ തുടങ്ങി. ഞാൻ ഉണ്ടാക്കിയാണോന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ ട്രസ്റ്റ് ചെയ്ത ഒരാൾ ഊമ്പിക്കാൻ പറ്റത്തില്ല, കാരണം അനാർക്കിയാണ്. എന്നാലും ഊമ്പിക്കാൻ പറ്റത്തില്ല. സോ ഞാൻ വിചാരിച്ച് രക്ഷിക്കാമെന്ന്. കാരണം എനിക്കറിയാം എൻ്റെ ആർമർ പോയ വിഷമം. എന്തായാലും ഡെഡ് ആവുന്നതിന് മുന്നേ നമ്മൾ രക്ഷിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിൽ
ഇതിലും കിടില ഐഡിയാസ് ഇനിയും നമ്മുടെ കൈമുണ്ട്. നമ്മളെല്ലാവരും കൊല്ലും, നോക്കിക്കോ. പ്രത്യേകിച്ച് എൻ്റെ ആർമർ കൊണ്ട് കളഞ്ഞവന്. എടാ നോക്കിക്കോടാ, നീ നുള്ളി വെച്ചു, നിന്നെ എന്തായാലും കൊല്ലൂടായി.